വന്നിരിക്കുന്നത് വടക്കൻ എന്ന് പറഞ്ഞിരിക്കുന്ന പുതിയൊരു മലയാള സിനിമ എന്ന് മാത്രം പറയാൻ പറ്റില്ല. അതിപ്പോൾ തമിഴ്, തെലുങ്ക് എല്ലാ ലാംഗ്വേജിൽ ഈ പടം വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നണി മൊത്തം മലയാളികൾ. പിന്നണിയിൽ മലയാളികളാണ്. ആക്ച്വലി ഇത് എഴുതിയിരിക്കുന്ന ഉണ്ണിയാണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് എലമെൻ്റാണ്. ബിജുബാലല്ലേ മ്യൂസിക്? ബിജുബാല മ്യൂസിക്. അതുപോലെ അഡീഷണൽ സിനിമാറ്റോഗ്രഫി വേറെ ഏതോ രണ്ടും പുറത്തുള്ള ആളല്ല സിനിമാറ്റോഗ്രഫി. ഇപ്പം എന്താ പരിപാടി എന്ന് നോക്കാം. അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. കിഷോറാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് അല്ലേ? പിന്നെ ശ്രുതി മേനോൻ. നമുക്ക് അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ചേട്ടാ ഓഫ് പീസ് സ്റ്റുഡിയോസ്. ഉറപ്പടം. ഓ ഈ സാധനം ഇത് ആത്മാവിന്റെ പ്രയോജനം. അത് ഫൗണ്ട് ഫുട്ടേജ് പരിപാടി പോലത്തെ സാധനം മിക്സ് ആകുന്നു അല്ലേ? ടോൺ മലയാള സിനിമയുടെ അല്ല. ഈ ഡിമോണിക് എനർജിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഏറ്റവും വീക്കാവുന്ന മൊമെന്റ് ഇറ്റ് വിൽ ഹിറ്റ് യു. ഇത് കുറച്ച് കുഴപ്പം പിടിച്ച സംഭവം. കാലചുരുമ്പണം കണ്ടിട്ടുണ്ട്. ഇടത്ത സൈഡിൽ ഇരുന്ന സാധനമല്ലേ? ഇതിൽ കിഷോർ പോലത്തെ ഒരാളൊക്കെ എങ്ങനെയാണെന്ന് അഭിനയിച്ചത് എനിക്ക് തോന്നുന്നു ഇത്രയും ഭാഷയിലൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്താന്ന് തോന്നുന്നല്ലേ. ഇതിന്റെ പിന്നണി നിൽക്കുന്ന ആൾക്കാർ കഥയൊക്കെ രസമുള്ള സാധനമായിരിക്കും. ഇത് കാണുമ്പോൾ പിന്നെ ഉണ്ണിയാറിനെയൊക്കെ പുള്ളിക്ക് അറിയാമായിരിക്കുമല്ലോ. ഉണ്ണിയാറിൻ്റെ എന്ന് പറയുമ്പോൾ അതെ, ഇത് കാണുമ്പോൾ നമ്മളിപ്പം പെട്ടെന്ന് ഇത് വളരെ യാദൃച്ഛികമായി നമ്മൾ കണ്ടതാണ് യൂട്യൂബിൽ ഇങ്ങനൊരു പടത്തിൻ്റെ ട്രെയിലർ. ഇതിനെപ്പറ്റി വേറെ യാതൊരു വിധത്തിലുള്ള ഐഡിയ ഇല്ലായിരുന്നു. തിയേറ്ററിൽ അല്ല, അത് കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ മറ്റേ ഈ ആഴ്ച വരുന്ന മറ്റേ പേരറിയാത്ത കുറേ കൊച്ചു പടങ്ങളുടെ പോലെ അല്ല, കുറച്ചുകൂടെ പണിയെടുത്ത പടമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നണി വർക്ക് ചെയ്തിരിക്കുന്നതിനും കുറച്ച് അത്യാവശ്യം നല്ല ആൾക്കാരായതുകൊണ്ട് ഒരു വാച്ചബിൾ ഫിലിം ആയിരിക്കും തോന്നുന്നത് കണ്ടിട്ട്. പക്ഷേ റീച്ച് ഇല്ലല്ലോ. റീച്ച് ഉണ്ടെങ്കിൽ അതെ, ഇത് ഇങ്ങനൊരു പരിപാടി വരുന്നതിനെ പറ്റിയുള്ള പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് ആരും ഇങ്ങനെ സംഭവത്തെ പറ്റി അറിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ നമ്മൾ തന്നെ ട്രെയിലർ റിയാക്ഷൻ ചെയ്യാൻ നമുക്കിപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് തപ്പുന്ന കൂട്ടത്തിൽ വന്നൊരു പടമായത്. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി എടുത്തിട്ട് നോക്കിയതാണ്. എനിവേ അത് കൊള്ളാം. ഈ ഹൊറർ പടങ്ങളൊക്കെ നമുക്കിവിടെ ഭയങ്കര കുറവാണ് അല്ലേ? നമുക്കിങ്ങനെ ഇതിന്റെ ടോൺ മൊത്തത്തിൽ മലയാള സിനിമയിൽ വരുന്ന എലമെന്റ്സിലാണ്. വിഷ്വലി മറ്റേ ആ ഒരു തെയ്യം പോലത്തെ അതെ മലയാളമായിട്ട് കണക്ട് ചെയ്യുന്ന എലമെന്റ് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഈ ഫൗണ്ട് ഫുട്ടേജും അങ്ങനെ ഒരു മിക്സ് ഓഫ് വെസ്റ്റേൺ ഐഡിയാസ് ആണ്. അപ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടിട്ട് തോന്നുന്നു. അതെ, അതിൻ്റെ സിനിമാറ്റോഗ്രഫി ഒക്കെ കുറച്ച് രസമുണ്ട് അല്ലേ കാണാൻ. വിഷ്വലി അത് പുറത്തുനിന്നായിട്ടുണ്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ? പുറത്തുനിന്ന് രണ്ടുപേരുടെ പേരാണ് കാണുന്നത്. അതെ, അപ്പോൾ അത് തന്നെ. അപ്പോൾ അത് പിന്നണി വർക്ക് ചെയ്തിരിക്കുന്നവരൊക്കെ അത്യാവശ്യം ഇപ്പോൾ ഉണ്ണിയാറ്, റസൂൽ പൂക്കട്ടി, ബിജിബാല് ഇപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ക്വാളിറ്റിയുള്ള പടമാണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അറിയില്ല അടുത്ത ട്രെയിലർ എന്തെങ്കിലും പ്രൊമോഷൻ മെറ്റീരിയൽ ഇതാ ട്രെയിലറാ. അത് തന്നെ പ്രൊമോഷൻ മെറ്റീരിയൽ ആയിട്ട് ഇറങ്ങുന്ന ആണല്ലോ ട്രെയിലർ. പിന്നെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ. അത് രണ്ടെണ്ണേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് കേട്ടാൻ തോന്നുന്നല്ലോ. അത് ആ സോങ്ങാന്ന് തോന്നുന്നു. അതല്ലാതെ വേറെ ഒരു ഐഡിയ ഇല്ല ഇതിനെപ്പറ്റി. ഇനിയൊരു പടം ഇറങ്ങുന്നുണ്ടെന്ന് അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലാത്ത പോലെ അവരിരിക്കുന്നത് അല്ലേ?